ഹലോ, അപ്പോൾ ഇന്ന് നമ്മൾ ഒരു വെജിറ്റബിൾ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് അതിലേക്ക് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. പട്ട, ഗ്രാമ്പൂ, ഏലക്കായ അതൊക്കെ. ഇനി നമുക്ക് കുറച്ച് ഒരു 4 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കാം. നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കിതൊന്ന് കുറച്ച് നേരം അടച്ചു വെക്കാം. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഉള്ളി നന്നായി വാടണം. നമുക്ക് കുറച്ച് ചതച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കുക. ഇനി നമുക്ക് കുറച്ച് ഉരുളൻകിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് കുറച്ച് നേരം അടച്ചു വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് സോയാബീൻ ചേർത്ത് കൊടുക്കാം. പിന്നെ കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇനി ബീൻസ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് തുറന്നിട്ട് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക്
2 മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ബിരിയാണി മസാല ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിനി വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. അരിക്കനുസരിച്ചിട്ടുള്ള വെള്ളമാണ്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് തിളച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം. നമുക്ക് കുറച്ച് ക്യാരറ്റ് ഈ വെള്ളത്തിലിട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറവുണ്ട്, അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് തുറന്നു നോക്കാം. അപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെക്കാം. ഇത് വെച്ചിട്ട് നമ്മളൊരു 10 മിനിറ്റ് ആയി. നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ മേലെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതുപോലെ ഉള്ളി വറുത്തത് അതൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് മല്ലിച്ചപ്പ്, പുതിനയില, ഇനി നമുക്കിതൊരു 5 മിനിറ്റ് അടച്ച് വെച്ചിട്ട് ദം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി സെർവ് ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സത്യം പറയാലോ, നല്ല സൂപ്പറായിരുന്നു, നല്ല അടിപൊളി. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മറ്റൊരു വീഡിയോ വരുന്നവരേക്കും ബൈ.